السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ അളവറ്റ ദയാപരനും പരമകാരുണികനുമായിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു പകൽ കടന്നുപോകുന്നത് പോലെ അതിവേഗതയിൽ ഒരു പുണ്യകരമായ ഈ ഖുർആനിന്റെ മാസം, വ്രതത്തിന്റെ മാസം, നോമ്പിന്റെ മാസം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ഒരു പക്ഷേ ഇതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബേജാർ, ഒരു വിഷമം നമ്മുടെ മനസ്സുകളിലുണ്ട്. അതിന്റെ കാരണം, ഇതിന്റെ തുടക്കത്തിൽ ഈ നോമ്പിന്റെ പവിത്രതയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഈ നോമ്പിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള നല്ല ബോധം നമ്മുടെ മനസ്സുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമാണ് അതെല്ലാം കൈവരിച്ചുകൊണ്ടാണോ നേടിക്കൊണ്ടാണോ ഈ റമദാൻ എന്നോട് യാത്ര ചോദിക്കുന്നത് എന്ന് ഒരു വിശ്വാസി ചിന്തിക്കുക സ്വാഭാവികമാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ സ്വർഗവും നരകവും ബോധ്യപ്പെട്ട ഒരാളുടെ ഹൃദയത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ സാക്ഷാത്കരിക്കാൻ ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾക്ക് പറ്റും. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാം നേടേണ്ടത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. സ്വർഗത്തിൽ ഒരു കവാടം നോമ്പുകാർക്ക് മാത്രമുണ്ടെന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പറ്റാൻ നമുക്ക് സാധിക്കേണ്ട, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ട സമയമാണ് കടന്നു പോകുന്നത്.
സഹോദരങ്ങൾ, അത് സാധിച്ചോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ റമദാനിന്റെ പൂർത്തീകരണത്തിന്റെ പണികളിലാണ് ഞാനും നിങ്ങളും എല്ലാവരും ഉള്ളത്. കുറവുകളെല്ലാം നികത്തി അതിനെ പൂർത്തീകരിക്കുക. ഒരുപക്ഷെ ഈ റമദാനിനെ ഒരു നല്ല രൂപത്തിൽ പൂർത്തീകരിക്കണം എന്നു തന്നെയാണ് ഇസ്ലാമും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഖുർആനും ഹദീസും വായിക്കുമ്പോൾ മനസ്സിലാക്കും. നോക്കൂ, നിങ്ങൾ നിർബന്ധമായ ഒന്നാണല്ലോ ഫിത്ർ സക്കാത്ത് നമ്മൾ ഈ നോമ്പിന്റെ അവസാനത്തിൽ കൊടുക്കുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം? രണ്ട് ഉദ്ദേശങ്ങളിൽ ഒന്ന് നോമ്പിന്റെ പൂർത്തീകരണമാണ്. നമ്മൾ മനുഷ്യനെന്ന നിലയ്ക്ക് വളരെ ശ്രമിച്ചിട്ടും എന്തെങ്കിലും അപാകത നമ്മുടെ നോമ്പുകൾക്ക് പറ്റിയെങ്കിൽ അത് തുഹറത്തുൽ ലിസ്സായിം, നോമ്പിന്റെ ശുദ്ധീകരണം. അപ്പൊ നോമ്പ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാന്നല്ല, പരമാവധി പരിശ്രമിച്ചതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിച്ചിട്ട് ഇനി എന്തിനും ചെറിയ തകരാറുണ്ടെങ്കിൽ അത് പരിഹരിച്ചെന്നെ പോകണമെന്നല്ല. അപ്പൊ ശരിക്ക് പൂർത്തീകരിക്കണം തന്നെയല്ലേ ഇസ്ലാമിക ശരീഅത്ത് ഉദ്ദേശിക്കുന്നത്. വതുഅമത്തുൽ മസാകിൻ, പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണമായിട്ട്. നോക്കൂ, നിങ്ങളത് പണമായി കൊടുത്തുകൂടാ, അത് കയ്യിലെത്തുമ്പോൾ പാവപ്പെട്ടവന്റെ ഭക്ഷണമായി തന്നെ ലഭിക്കണം. അത് നമ്മുടെ നോമ്പുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കണം. എണ്ണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമാണ് വലിതുകബ്ബിറുല്ലാ, അതിനുശേഷമുള്ള പെരുന്നാൾ, തക്ബീറുകളോട് കൂടെയുള്ള പെരുന്നാൾ. നോക്കൂ, നിങ്ങൾ ഏത് സമയത്ത് നമ്മൾ നോമ്പ് മുറിച്ചോ ആ സമയം മുതൽ തക്ബീറുകൾ ആരംഭിക്കുകയാണ്. ഈദ്ഗാഹിൽ ചെല്ലുന്നത് വരെയുള്ള സമയത്ത് തക്ബീറുകളാണ്. ഒരു നല്ല തുടർച്ച, ഒരു നല്ല സമാപനം, ഒരു നല്ല പൂർത്തീകരണം. എന്നിട്ട് ഞാനൊരു ആത്മശുദ്ധി കൈവരിച്ചിരിക്കുന്നു എന്ന ആഹ്ലാദത്തോടുകൂടി ഈദ്ഗാഹിൽ ഒരുമിച്ചുകൂടി പിരിയാനാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അത് നേടാൻ നമുക്ക് എവിടെയെങ്കിലും അപാകത പറ്റിയെങ്കിൽ, ജോലി തിരക്കുകൾ നമ്മുടെ ആരാധനകൾക്ക് കുറവ് വരുത്തിയെങ്കിൽ, എല്ലാം പരിഹരിക്കുന്നതിന്റെ പൂർത്തീകരണ പ്രക്രിയകളിലാണ് ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടേണ്ടത്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും നിർവികാരമാണോ നമ്മുടെ മനസ്സ് എങ്കിൽ സുഹൃത്തുക്കളെ, ഇനിയും നമ്മുടെ മനസ്സിന് ചികിത്സ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സാധിക്കുന്നത്? ഒരു നിർവികാരമായി, ഒരു വേദനയും ഒരു വിഷമവും ഇല്ലാതെ എനിക്ക് സാധിച്ചോ, എന്റെ നോമ്പ് ഫലപ്രദമായോ എന്ന ഒരു നിലക്കുള്ള ആശങ്കകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ബോധ്യപ്പെടുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർഗവും നരകവും അള്ളാഹുവിന്റെ വഹിയും മലക്കുകളും പ്രവാചകന്മാരും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ ബോധ്യത വരുത്തുന്നതിൽ ഒരുപക്ഷെ അപാകത സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം നന്നായി പഠിക്കാനോ അറിയാനോ അഖീദ അറിയുന്ന വിശ്വാസകാര്യങ്ങൾ എന്ന പണ്ഡിതന്മാരുടെയും അവഗാഹമുള്ളവർക്ക് മുന്നിൽ ഇരിക്കുവാനോ അവസരമില്ലാത്തത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കാം. നമ്മൾ അറിയണം സുഹൃത്തുക്കളെ, നമ്മൾ എന്ന് ഈ ജീവിത യാത്ര ആരംഭിച്ചോ അന്നു മുതൽ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. കോടിക്കണക്കിന് ബീജാണുക്കളിൽ നിന്ന് ഒരു ബീജാണുവിനെ മാത്രം സ്വീകരിച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്തിച്ച് സംയോജിപ്പിച്ച് ഒരു ജീവിത പ്രക്രിയ ആരംഭിക്കുന്ന 9 മാസത്തിൽ നിരീക്ഷകനായിട്ടാണ് സുഹൃത്തുക്കളെ ഉള്ളത്. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ 1 മണിക്കൂർ നേരം ആ കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു ഉമ്മക്ക് പറ്റുമോ? എന്നാൽ സുഹൃത്തുക്കളെ, കരളും ഹൃദയവും തലച്ചോറും വെച്ചുപിടിപ്പിക്കുന്ന അതിസങ്കീർണമായ പ്രക്രിയകൾ ഗർഭപാത്രത്തിൽ നടക്കുമ്പോൾ മേൽനോട്ടം ആരാണ് വഹിച്ചത്? അവിടെ നിരീക്ഷണങ്ങൾ ആരാണ് നയിച്ചത്? ആ സൈറ്റിൽ ആരാണ് മേൽനോട്ടം വഹിച്ചത്? നമുക്കറിയാം, പരമകാരുണികനായ അള്ളാഹു ആ ഗർഭപാത്രത്തിൽ എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ചു. ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ജനിക്കുന്ന ജനന പ്രക്രിയകൾ നടക്കുമ്പോൾ ആ മാർദ്ദവത്വമുള്ള മൃദുലമായ ശരീരം അപകടരഹിതമായി മാതാവിന്റെ ഇടുപ്പല്ലുകളുടെ പുറത്തു കൊണ്ടുവന്നതാരാണ്? ആ സമയത്ത് കാവലുന്നതാരാണ് സുഹൃത്തുക്കളെ? ഒരു അപകടവും പറ്റാതെ അതൊക്കെ ആ സംവിധാനത്തിൽ പടച്ചുണ്ട്. അത് കഴിഞ്ഞ് ജനിച്ചു വന്നപ്പോഴേക്കും അള്ളാഹുവിന്റെ സംവിധാനം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഏത് സുഹൃത്തുക്കളെ? ആ കുട്ടിക്കും തന്റെ മൂക്കിലൂടെ ശ്വസിക്കാൻ ആവശ്യമായ വായു ഇവിടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാതാവിന്റെ സ്തനങ്ങളിൽ മുലപ്പാല് ആ കുട്ടി പുറത്തു വന്ന നിമിഷം മുതൽ വരാൻ തുടങ്ങി. ആ സംവിധാനങ്ങൾ അതിനോടൊപ്പമുണ്ട്. അവിടെ അവസാനിക്കണില്ല. പടച്ചോൻ പറയണം, വല്ല സംശയവും നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങളെ തടിയോടുകൂടെ മാംസത്തോടുകൂടെ ആത്മാവോടെ ജീവനോടെ കൊണ്ടുവരുന്നു, വല്ല സംശയവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ അറിയോ? യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിൽ വല്ല സംശയവും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ചിന്തിച്ചോ. വഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, ആദ്യഘട്ടത്തിൽ ഒരു മനുഷ്യനെ, ആദമിനെ വെറും മണ്ണിൽ തന്നെ ഉണ്ടാക്കി.
എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും. ഓരോ ഘട്ടം സുഹൃത്തുക്കളെ, മാംസം പൊതിയുന്ന ഘട്ടം, രൂപമില്ലാത്ത ഘട്ടം, രൂപമുള്ള ഘട്ടം, ഓരോന്നും ആ ഗർഭപാത്രത്തിന്റെ പ്രക്രിയകൾ അല്ലാഹു പറയാം. അല്ലാഹു പറയാണ്, ഗർഭപാത്രത്തിൽ വെറുതെ എത്തിയല്ല, ബോധപൂർവം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിങ്ങളെ എത്തിച്ചു ആ ഇരുട്ടറയിൽ. വനുഖിറു ഫിൽ അർഹാമി മാ നശാ ഇലാ അജലിൻ മുസമ്മ. നിശ്ചിതമായ ഒരവധി വെച്ച് കൃത്യ ടൈം, ദിവസങ്ങളും മണിക്കൂറുകളും കണക്കാക്കിയ സംവിധാനം. അവിടെ എത്തി ഗർഭപാത്രത്തിൽ നിങ്ങളെ നമ്മൾ താമസിപ്പിച്ചു. എന്നിട്ടോ തുമ്മ നുഖ്രിജുക്കും തിഫ്ല, ഒരു കുട്ടിയായി പുറത്തു കൊണ്ടുവന്നു. സുഹൃത്തുക്കൾ, പടച്ചോ നമ്മളൊപ്പുണ്ട് ഓരോ നിമിഷങ്ങളിലും ആ സംവിധാനങ്ങൾ ചെയ്ത്. എന്നിട്ട് നിങ്ങൾ ലിത്തബുലോ അശുദ്ധക്കും, നിങ്ങൾ ഒരു ശരിക്കുള്ള മനുഷ്യനായി പ്രായപൂർത്തിയായി. വമിൻകും മയ്യുതവഫ വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. അത് കഴിഞ്ഞ് ഭൂമിയിൽ എത്ര കാലം ജീവിക്കണം? നേരത്തെ മരിക്കണോ, ചെറുപ്പത്തിൽ തന്നെ മരിക്കണോ, വയസ്സായി കടന്ന് വാർദ്ധക്യത്തിന്റെ ആവശ്യം അനുഭവിച്ച് മരിക്കണോ? ഒക്കെ പടച്ചോന്റെ തീരുമാനം. സുഹൃത്തുക്കളെ, ആ തീരുമാനത്തിലൂടെ ഞാൻ ഇങ്ങനെ പോവാണ്. പോയഞ്ഞ് എവിടേക്ക് എത്തു സുഹൃത്തുക്കളെ? മരണത്തിലേക്കും കബറിലേക്കും തോടൊക്കെ പടച്ചോൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പരലോകത്ത് സ്വർഗവും നരകമൊക്കെ ഇപ്പോഴുണ്ട് സുഹൃത്തുക്കളെ. ആ നരകം ഇപ്പോഴുണ്ട്. നട്ടുച്ച ചൂടിന്റെ തീഷ്ണതയിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു നിങ്ങൾ? ഈ ചൂട് നരകത്തിന്റെ ചൂടാണ്. നരകത്തിന്റെ ചൂട് ഇതുപോലെയാണെന്നല്ല, ഒരുക്കപ്പെട്ട നരകത്തിന്റെ ചൂടാണ് ഈ ഉച്ചക്ക് നമ്മൾ അനുഭവിക്കുന്നത്. സ്വർഗവും നരകമൊക്കെ അള്ളാഹു റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഉഇദ്ദത്തിൽ കാഫിരീൻ, നരകം സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി സ്വർഗവും തയ്യാറാക്കിയിട്ടുണ്ട്. സ്വർഗവും നരകമൊക്കെ സുഹൃത്തുക്കളെ സൗകര്യം കിട്ടുമ്പോൾ, ഖുർആന്റെ മാസമാണല്ലോ, ആ ഖുർആനിലെ ആയത്തുകളെടുത്ത് സ്വർഗവും നരകമൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു നുസിൽ, വിരുന്ന് എന്നാണ്. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസില. ഒരു വിരുന്ന് വരട്ടെ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു വിരുന്ന്. എന്താ സുഹൃത്തുക്കളെ നരകത്തിലെ വിരുന്ന്? തലയിലൂടെ ഒഴുക്കുന്ന ചൂടുള്ള പാനീയങ്ങൾ, കുടലുരുകിപ്പോകുന്ന തിളച്ചുമറിയുന്ന പാനീയങ്ങൾ. പിന്നെയോ നരകക്കാരിൽ നിന്നും ഒഴുകി വരുന്ന അവരുടെ ദക്ഷത്തിലുള്ള മലിനജൽ, അതാ കുടിക്കാണ്. പിന്നെയോ ഒരു മൃഗം പോലും പേടിച്ചോടിപ്പോകുന്ന മുള്ളുള്ള പഴങ്ങൾ. ഒരു ഒട്ടകം വന്നാൽ മരുഭൂമിയിൽ തൊടാൻ മടക്കുന്ന മുൾച്ചെടികളെക്കാളും ഭീകരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദേഹത്ത് ചുറ്റാൻ 70 മുളം നീളമുള്ള ചെങ്കലങ്ങൾ, ഇതൊക്കെ പടച്ചോൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് നരകക്കാരനുള്ള നുസിൽ. എന്നാ സ്വർഗക്കാരന്റെ നുസിൽ തന്നെ, വിരുന്നന്നെ. കാനത്തിലകും ജന്നാത്തുൽ ഫിർദൗസ് നുസില. ജന്നാത്തുൽ ഫിർദൗസിൽ വിരുന്നുണ്ട് സുഹൃത്തുക്കളെ. ഒരാൾക്ക് അതിവിശാലമായ ഒരു ഏരിയ തന്നെ സ്വർഗത്തിൽ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ അയാളുടെ മനോഹരമായ ഭവനങ്ങൾ, അവിടെ അയാളുടെ സേവകൻ, അവിടെയുള്ള സൗകര്യങ്ങൾ, അയാൾക്ക് സ്വന്തമായി പഴങ്ങൾ, തന്റെ കൈകളിലേക്ക് നീണ്ടുവരുന്ന പഴങ്ങൾ, പക്ഷികൾ, എല്ലാ സൗകര്യങ്ങളുമുള്ള സംവിധാനം ഏർപ്പെടുത്തി വെച്ചിരിക്കാൻ. സൂര്യതൊന്നും വെറുതെ പറയല്ല. 1400 കൊല്ലങ്ങൾ അതിജീവിച്ചിട്ട് പടച്ചോന്റെ വാക്ക്, പടച്ചോന്റെ വാചക ഘടന, അതാണ് ഈ ഖുർആൻ. അതിൽ പറഞ്ഞതൊന്നും സത്യമായിട്ട് പുലരാതിരിക്കില്ല സുഹൃത്തുക്കളെ. നാളെ മറിഞ്ഞുകെട്ടി വീണാൽ ഈ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉരുണ്ട് നമ്മൾ എത്തും. നാം ആലോചിക്കണം, വെറുതെ പറയല്ല. സ്വർഗത്തിന്റെ വാതിലുകളുണ്ട്, നരകത്തിനും കവാടങ്ങളുണ്ട്. ഫുതിഹത്ത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ. നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ? ഈ നരകം തയ്യാറാക്കി വെച്ചൊരു നരകവും അതിന്റെ വാതിലിലൂടെ ഒരു നാൾ കടന്നു പോകേണ്ടി വരുമെന്നും നിങ്ങൾക്കൊരു വിവരം കിട്ടാഞ്ഞിട്ടാണോ ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന് ചോദിക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. എന്നിട്ട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. വരൂ, സമാധാനം, നിങ്ങൾ വിശുദ്ധരായിരിക്കും, കടന്നു വരൂ. ഇനി ഈ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പുറത്തിറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കും. ഈ രണ്ടിലൊരിടത്ത് സുഹൃത്തുക്കളെ, ഈ ജുമാക്ക് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും രണ്ടിലൊരിടത്തിന്റെ ഉറപ്പ്, ആ ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അവിടെ സ്വർഗത്തിന്റെ സന്തോഷകരമായ വിരുന്നിൽ നമ്മുടെ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്ക് എത്തണമെന്നുള്ള ആഗ്രഹം, അതാണല്ലോ നമ്മളെ അല്പം വിഷമിച്ചിട്ടും രാത്രി നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തിച്ചത്. അതാണല്ലോ സുഹൃത്തുക്കളെ ഈ പരമാവധി സമയമിരുന്ന് ഖുർആൻ ഓതാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അതാണല്ലോ വക്തിന് ജമാഅത്തിന് പള്ളിയിൽ എത്തിച്ചത്. അതാണല്ലോ ജീവിതത്തിന്റെ ശൈലിയിലും രൂപത്തിലും മാറ്റമുണ്ടായത്. അതാണല്ലോ വൃത്തികെട്ട ടിവികൾ ഓഫാക്കുന്നതിലേക്ക് നമ്മൾ എത്തിച്ചത്. അതാണല്ലോ ചുണ്ടിൽ നിന്നും വീടിക്കുറ്റികൾ വലിച്ചെറിഞ്ഞത്. അതിന്റെ പേരിലാണല്ലോ സുഹൃത്തുക്കളെ. അതൊക്കെ ഇനി പുനഃസ്ഥാപിക്കാനാണെങ്കിൽ എന്തിനാണ് സുഹൃത്തുക്കളെ ഈ വെറുതെ ഒരു പാഴ്വേല നമ്മൾ നടത്തുന്നത്? എല്ലാറ്റിൽ നിന്നുമുള്ളൊരു തിരിച്ചുപോക്ക്.
ആ സ്വർഗം നമുക്ക് കിട്ടണം. സ്വർഗം കിട്ടാൻ എന്താ സഹോദരങ്ങൾ അള്ള കൊടുക്കാൻ പറഞ്ഞത്? എന്താ കൊടുക്കാൻ പറഞ്ഞത്? വെറുതെ കിട്ടുന്നു അള്ള പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അള്ളാഹു സ്വർഗം കിട്ടാനുള്ള വഴി പറയുന്നുണ്ട്. എന്താ സ്വർഗം കിട്ടാനുള്ള വഴി എന്ന് പറയും? സ്വന്തം ജീവിതം അള്ളാഹുവിന് നൽകുക. സുഹൃത്തുക്കൾ, സ്വന്തം ജീവനേക്കാളും വലുതില്ലല്ലോ വേറൊന്നും. സ്വത്തും മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതല്ലേ ജീവൻ? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹ് വില കൊടുത്തു വാങ്ങിയിരിക്കും. സുഹൃത്തുക്കൾ, നാം വിറ്റു കഴിഞ്ഞു എന്നാണ്. കച്ചവടം നടന്നൊരു ശരീരമാണിത്. ഇതിൽ നമുക്കെന്താ അവകാശം? എന്താ പറഞ്ഞത്? ഈ ശരീരം കൊണ്ട് അള്ളാഹു നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല എന്താ പകരം തീരാ സഹോദരങ്ങളെ? സ്വർഗം. ഈ വിശദീകരിക്കപ്പെട്ട മനോഹരമായ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സുഖങ്ങളുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ലോകം അള്ളാഹു തരുന്ന നമ്മളെ ഈ നിസ്സാരമായ തടിയൻ കൊടുത്താൽ യുഖാത്തിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, എന്നിട്ട് യുദ്ധം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. വഅദൻ അലൈഹി ഹഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. ഈ സ്വർഗം ഇന്നും തന്നെ കേൾക്കാൻ തുടങ്ങിയ സ്വർഗം. തൗറാത്തിൽ ഈ സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്, ഇൻജീൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത്, ഖുർആൻ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്. ആരാണ് ഈ കരാറിനെ പൂർത്തീകരിക്കുക? ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി. നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങളത്തെ കച്ചവടത്തിൽ. സുഹൃത്തുക്കളെ, ഈ ശരീരവും ഈ ജീവനും അള്ളാഹു കൊടുത്തിട്ട് സ്വർഗം വാങ്ങണ കച്ചവടം ഉണ്ടല്ലോ, ദാലിക ഹുവൽ ഫൗസുൽ അദീം. അതാണ് ഏറ്റവും വിജയകരമായ കച്ചവടം. അധികമൊന്നും വേണ്ട സഹോദരങ്ങൾ. ആ സ്വർഗം കിട്ടേണ്ട ആളുകളുടെ ഗുണം അള്ളാഹു തൊട്ടടുത്തായത്തിൽ എണ്ണിപ്പറയും. അതൊന്ന് ഈ റമദാൻ കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒന്ന് കൊണ്ടുവെക്കാനുള്ള ഒരു പരിശ്രമം. ഒന്നെന്തായാലും അത്താഇബൂൻ. സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായ ഖേദം. പടച്ചോനെ ഇത്തരം അനുഗ്രഹങ്ങൾക്ക് തന്നിട്ട് ഈ കണ്ണോട് കാണാൻ പറ്റാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. നീ എനിക്ക് തന്ന സ്വത്ത് ഉപയോഗിക്കുക, നിനക്കിഷ്ടമില്ലാത്തോടത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കിഷ്ടില്ലാത്ത പല രംഗങ്ങളും നാളെ നിന്റെ മുമ്പിൽ വരുമ്പോൾ പരലോകത്ത് എന്നെ കുറിച്ച് കാണിക്കാനിരിക്കുന്നുണ്ട്. ഓർത്തു തരണേ. സൂത്ര തൗബ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് വിശ്രമിക്കാനുള്ളത് അല്ല. അത്താഇബൂൻ, അവർ പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി അള്ളാഹുവോട് കഴിഞ്ഞുപോയ തെറ്റുകളിൽ ഖേദിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം. 100 പ്രാവശ്യം 70 പ്രാവശ്യമൊക്കെ അള്ളാഹ് റസൂൽ ചെയ്തിരുന്നു. നമ്മളൊക്കെ എത്ര അപരാധങ്ങൾ ചെയ്തതാണ് സുഹൃത്തുക്കളെ. ആലോചിക്കും നിങ്ങൾ, ഈ 3 കെട്ട് കെട്ടിയാൽ നമുക്കൊരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറ്റൂ? 3 കെട്ട് കെട്ടിയേ പറ്റൂ. അവസാനത്തെ ഇടവിട്ട ശ്വാസം, അവസാനത്തെ ശ്വാസം വലിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടാതെ നിൽക്കുന്ന സമയത്ത് പിന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് വെറുതെ നടക്കുമ്പോൾ പറയാൻ പറ്റും. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നവർ ഒരു ഗുണം അതാണ് പറഞ്ഞത്. അത്താഇബൂൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അൽ ആബിദൂൻ. ആരാധനകൾ നിർവഹിക്കുക. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ എപ്പോഴും സുഹൃത്തുക്കളെ ആരാധനകളിൽ ഒരു കണിശത വേണം. നമ്മുടെ നിസ്കാരം അതന്നെയാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ആവർത്തിച്ച് 5 നേരത്തെ നിസ്കാരം സുഹൃത്തുക്കളെ കണിശമായി ചെയ്യാം. നിസ്കരിക്കുക എന്നുള്ളതല്ല, വല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അത് ഭക്തിയോടുകൂടെ അത് നിർവഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ആബിദു എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിംറാറു അലാ ത്വാഅതിഹി മിൻ അദാഇൽ വാജിബാത്ത് അൽ മുസ്തഹിബാത്ത് ഫി കുല്ലി വഖ്തി. എല്ലാ സമയത്തും സുന്നത്തും ഫർളുമായിട്ടുള്ള ആരാധനകൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെക്കുറിച്ച്, ഒരു നിസ്കാരത്തിന് വന്ന അതിന് മുന്നല്ല സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, ആരാധനാ നിരതമായ ഒരു ജീവിതം. സുഹൃത്തുക്കളെ, ഒരു ഫർള് മാത്രം എങ്ങനെയെങ്കിലും ഒന്നുണ്ടാക്കി എവിടെയെങ്കിലും ഒന്ന് കൊട്ടിപ്പടഞ്ഞ് ആ രൂപക്ക് ഈ റമദാൻ മാറ്റം. വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ പഴയ കള്ളിത്തുണിമേ ഒരു വൃത്തിയില്ലാതെ വന്നിട്ട് നിൽക്കുന്ന ആ നിസ്കാരಕ್ಕೆ സുഹൃത്തുക്കളെ എന്നോ നിർത്തണ്ടേ. ഏറ്റവും നല്ല ഒരു പുതിയാപ്പിള അണിഞ്ഞൊരുങ്ങുന്ന രൂപത്തിലാണ് സഹാബത്തൊക്കെ പള്ളിയിലേക്ക് ഹുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. അതിനൊക്കെ ഒരു മഹത്വമുണ്ട് സുഹൃത്തുക്കളെ. ആ ആരാധന ചെയ്യുന്ന ഒരു ആബിദാവ്, പശ്ചാത്തപിക്കുന്ന അല്ലാഹുവിലേക്ക് താഇബൂന അൽ ആബിദൂന, പിന്നെ അൽ ഹാമിദൂൻ. അതുണ്ടെങ്കിൽ എല്ലാമായി സുഹൃത്തുക്കൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നവൻ. അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾക്ക് മേലെ ദുരിതം വന്നാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, സന്തോഷകരമായ അവസ്ഥയാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിന് പറയാ. ഫിസ്സറാഇ വല്ലറായി. നമ്മളെന്താ നിങ്ങൾ 100 കണക്കിന് അനുഗ്രഹങ്ങൾ മേലെ കയറി നിന്നിട്ട് സുഹൃത്തുക്കളെ അള്ളാഹുവിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ചെറിയൊരു പ്രയാസത്തിന്റെ പേരിൽ വിഷമിച്ചിങ്ങനെ ജീവിക്കും. അത് വിഷമിച്ച് രോഗവും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് ജീവിക്കും. അള്ള തന്ന 100 കൂട്ടം അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കലുണ്ട്. 13 കുട്ടികളാണ്. പക്ഷെ എനിക്ക് വിഷമല്ല,
പക്ഷെ ഒരു പെരുന്നാളോ നോമ്പൊക്കെ വന്നിട്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് സുഹൃത്ത് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യും? കുട്ടികളെ എങ്ങനെ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ഒരു പെരുന്നാൾ വന്നാൽ എന്താ ചെയ്യുക? എന്നാലും പടച്ചോനെ അനുഗ്രഹിച്ച് നല്ലൊരു ആരോഗ്യം തന്നു പടച്ചോ, നല്ലൊരു ആരോഗ്യം അല്ലാഹു എനിക്ക് തന്നു, രോഗങ്ങളില്ലാത്ത ആരോഗ്യം, എനിക്ക് ചെറിയൊരു വീട് തന്നു, എനിക്ക് സന്തോഷമാണ്. സുഹൃത്തുക്കൾ, അങ്ങനെ വിചാരിക്കാൻ നമുക്ക് പറ്റണം. ഒരു ചെറിയ പ്രയാസത്തിന്റെ പേരിൽ ജീവിതം മുഴുവനും തകർന്നു എന്ന് വിചാരിക്കുന്നത് പകരം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ജീവിതത്തിലുടനീളം പറയുന്നവരാണവർ. അൽഹാമിദൂൻ, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ചീത്ത വിചാരമില്ല. അള്ളാഹു തന്ന മഹാനുഗ്രഹങ്ങൾക്ക് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ. അൽഹാമിദൂൻ ഫിസ്സറാഇ വല്ലറാഇ വൽയുസ്രി വൽഉസ്ർ, എളുപ്പത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം അവർ. അൽമുഅ്തരിഫൂന മിൻ നിഅമില്ലാഹിറ വൽ ബാത്തിന, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ. സുഹൃത്തുക്കളെ, ഉള്ളിൽ കുറെ എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, ആന്തരാവയവങ്ങൾ. അതൊക്കെ കൃത്രിമമായി വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയ സുഹൃത്തുക്കളെ, വീടും പുരയും നാട്ടുകാർ മുഴുവനും പിരിവന്നാലും നടക്കൂല. അതിനൊക്കെ എത്ര അൽഹംദുലില്ലാഹ് പറയണം? ഒരു ദിവസം വെറുതെ ഇരുന്ന് മുഴുവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തീരോ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ അവരുടെ സ്വഭാവമാണ്. അവർ പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കും, അവർ ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കും, അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വയദ്കുറുഹു ആനാ അല്ലൈലി വആനാ അന്നഹാർ. ഹംദ് സ്തുതിക്കാൻ തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കാൻ അവർ സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് അതാണ് ഹാമിദൂൻ. നാലാമത്തത് അസ്സായിഹൂൻ. അസ്സായിഹൂൻ വല്ലാത്തൊരു പ്രയോഗം. സായിഹൂൻ എന്ന രണ്ടർത്ഥം ഒരേ സമയം. ഒന്ന് നോമ്പ് നോൽക്കുന്നവർ. സുഹൃത്തുക്കളെ, ഈ നോമ്പ് ഇത് കഴിഞ്ഞാലും എപ്പോഴെങ്കിലൊക്കെ ഒരു നോമ്പ്, ഒരു മാസത്തിൽ 3 നോമ്പ്, 3 നോമ്പ് 30 നോമ്പ്, മാസം മുഴുവൻ നോമ്പ് പോയിട്ട് ഒരു നോമ്പിന് 10 എത്തിയാൽ മതി. അപ്പൊ എത്ര ഉണ്ടാവും? ഒരു മാസത്തിന് 3 നോമ്പ് വെച്ചാൽ 30 നോമ്പ്. എല്ലാ മാസവും 3 നോമ്പ് വെച്ചാൽ നോമ്പ് നോൽക്കുന്നവർ, അതവരുടെ ഗുണം. സ്വർഗത്തിൽ പോകുന്ന ഇഹലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നവർക്കുള്ള ഗുണമാണ് അസ്സായിഹൂൻ. അവർ നോമ്പ് നോറ്റുകൊണ്ടിരിക്കും. മറ്റൊരർത്ഥം കാര്യങ്ങൾ പുണ്യകാര്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. സായിഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും യാത്ര ചെയ്യുന്നവല്ല. ടൂറിസ്റ്റിനൊക്കെ അതാ പറയാം, സായിഹ് എന്നാ പറയാം. അപ്പൊ എന്താ യാത്ര? എപ്പോഴും സുഹൃത്തുക്കളെ, എല്ലാ ആഴ്ചയും ലേണിംഗ് ക്ലാസ്, ഖുർആൻ ക്ലാസ്സിന് പോവുക, പള്ളികൾക്ക് പോവുക, ജമാഅത്തിന് പോവുക, നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുക, രോഗിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുക, കുടുംബക്കാരെ കാണാൻ വേണ്ടി പോവുക. അവനെപ്പോഴും പോക്കാണ്. സ്വന്തം വീടും സ്വന്തം ജോലി സ്ഥലങ്ങൾക്കും അപ്പുറം ദീനിന്റെ രംഗത്ത് ചില നീക്കങ്ങളും ചില യാത്രകളും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസ്സായിഹൂൻ, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. അവർ എപ്പോഴും യാത്ര ചെയ്യും. സുഹൃത്തുക്കൾ, ഖുർആൻ പഠിക്കാൻ ഒരു 2 അടി ഈ കാലുകൊണ്ട് വെച്ചില്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ്. നമ്മൾ ചിന്തിക്കണം, ഖുർആന്റെ മാസം കഴിയുമ്പോൾ പഠിച്ചില്ലല്ലോ പഠിച്ചവനെ ഖുർആൻ എന്നുള്ള ഒരു കുറ്റബോധമെങ്കിലും ഈ മാസത്തിൽ ഉണ്ടായില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഖുർആനിന്റെ മാസം എന്ന് ഈ മാസത്തെക്കുറിച്ച് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? എപ്പോഴും അവൻ പോകുന്നു. എവിടേക്ക്? കൽ ഹജ്ജ്, ഹജ്ജിന് പോവുകയാണ്. വൽ ഉംറ, ഉംറക്കും പോവുകയാണ്. അതേപോലെ തന്നെ വത്വലബിൽ ഇൽമ്, വിജ്ഞാനം അന്വേഷിച്ച് പോവുകയാണ്. എല്ലാ കാര്യത്തിലും നോമ്പ് നോൽക്കുന്നവരും അള്ളാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും അതിനു വേണ്ടി പോകണം. എവിടെ പോണത്? എന്റെ രോഗിനെ സന്ദർശിക്കാൻ. എങ്ങനെ പോണത്? എന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ. എങ്ങനെ പോണത്? പള്ളിക്കാണ് പോകണം. ഒരു ദിവസം എത്ര പോകാനുണ്ട് സുഹൃത്തുക്കളെ? ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇത് അവന്റെ ശീലങ്ങളാണ്. തൗബ ചെയ്തുകൊണ്ടിരിക്കുക, ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവൻ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുക, അള്ളാഹിന്റെ ഭാഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. തീർന്നില്ല. അർറാകിഊന സാജിദൂൻ അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂൻ. അർറാകിഊന സാജിദൂൻ, റുകൂഉം സുജൂദും. പിന്നെ പ്രത്യേകം പറഞ്ഞ റുകൂഉം സുജൂദും, അതാണ് സുഹൃത്തുക്കളെ നമസ്കാരം. എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാനും അള്ളാഹുവിന്റെ മുമ്പിൽ നെറ്റിത്തടം വെച്ച് കിടക്കാനും ധാരാളം സമയം ജീവിതത്തിൽ. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അത്യുന്നതനായ അർശിൽ ആരോഗ്യത്തിനായിട്ടുള്ള അള്ളാഹുവിന്റെ മുന്നിൽ അതിവിശാലമായി ഭൂമിയിലേക്ക് കമഴ്ന്നു കടന്ന് അള്ളാഹുവിനെ വാഴ്ത്തുവാനും പ്രകീർത്തിക്കുവാനുമുള്ള റുകൂഉകളും സുജൂദുകളും സുന്നത്തുകളും അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കാം. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്ക് വേണം. ഇതൊക്കെ തീരുമാനിക്കണം. റമദാൻ കഴിഞ്ഞ അതൊക്കെ നമ്മുടെ പേരുകളാണ്. ഈ പേരിനൊക്കെ ഞാനും നിങ്ങളും അർഹനാകും. ഈ നോമ്പ് നമുക്ക് ഫലവത്താവും. അടുത്തെന്താ പറഞ്ഞ നിങ്ങൾ? അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. സുഹൃത്തുക്കളെ, വളരെ വളരെ ഗൗരവപരമാണ്. നോക്ക്, നിങ്ങൾ ഒരു രക്ഷിതാവ് പറയുന്നത് എന്താ? നിങ്ങൾ അടിച്ചു, ഞാനൊന്ന് നേരാൻ വേണ്ടി കഞ്ചാവും വേണ്ടാത്ത ഞാൻ അടിച്ചപ്പോൾ എന്താ 14 വയസ്സിലും പറഞ്ഞ് നിങ്ങളെ ഞാൻ കുത്തിക്കൊല്ലുന്നാണ് വാപ്പ. സുഹൃത്തുക്കളെ, എങ്ങനെ ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ? വാപ്പ അടിച്ചപ്പെടുന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ സൗകര്യമായി. പിന്നെ വാപ്പ ചോദിക്കൂലല്ലോ. വീട്ടിൽ നിന്ന് പുറത്താക്കിയ സൗകര്യമായി, പിന്നെ വാപ്പ ചോദിക്കൂലല്ലോ. എന്തും ചെയ്യാം. സുഹൃത്തുക്കളെ, പുതിയൊരു തലമുറ അവിടെ വരുന്നില്ല. നമ്മൾ നല്ല ഭയപ്പെടണം. ഈ പുതിയ തലമുറയെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, തിന്മ വിരോധിക്കാനും നന്മ കൽപ്പിക്കാനും നമ്മളെല്ലാവരും കൂട്ടമായി ഇറങ്ങി.
നമ്മുടെ വീടുകൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ വീടുകൾ നമ്മൾ ഏറ്റെടുക്കണം സുഹൃത്തുക്കളെ. നമ്മുടെ ഭാര്യമാരുടെ തട്ടമിറങ്ങണം. നമ്മുടെ കുട്ടികൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരണം. വളരെ ഗൗരവം. ഖൈറുക്കും ഖിയാറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബങ്ങളോട് നന്മ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തു. തന്റെ കുടുംബത്തെ നന്നാക്കാൻ ശ്രമിക്കാത്തവരിൽ ഒരു ഗുണവും അവശേഷിക്കുന്നില്ല. സുഹൃത്ത്, നമ്മുടെ വീട്ടിലെ കൊണ്ടുവരണം. ഈദ്ഗാഹിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഉത്ബോധനങ്ങളിൽ കൊണ്ടുവരണം. ഇതൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നമ്മൾ സൃഷ്ടിക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. സുഹൃത്തുക്കളെ, എല്ലാം വർദ്ധിച്ചു വരിക. ശിർക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ. എല്ലാ അന്യമതസ്ഥരുടെ ആചാരങ്ങളും അവരുടെ എല്ലാ രക്ഷാബന്ധനും ഊർക്കും ഏലസും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അടിസ്ഥാന വാചകമായി സ്വീകരിച്ചിട്ട് ദേഹത്തും കൈത്തണ്ടയിലും തൊക്കിലും തോളിലും ഒക്കെ അതാണ്. സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ റമദാന്റെ പകൽ പോലും ബദരീങ്ങളുടെ പേരിൽ അർത്ഥത് ഭക്ഷിപ്പിച്ചു ഈ സമൂഹത്തെ. ആലോചിക്കണം, നമ്മൾ ശിർക്കുന്ന ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വിദാത്തുകൾ ഓരോരുത്തരും സൗകര്യാനുസരണം വിദാത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. പുതിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ വരികയാണ്. പുതിയ സലാത്തുകളും പുതിയ ദിക്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ച് അത് ഒരു വിശ്വാസിയാണോ ഇങ്ങനെ മുണ്ടാൻ നടക്കൂല. എന്ത് നടക്കുകയാണെങ്കിലും അതിലെങ്ങനെ മുണ്ടാതെ നടന്നു പോണ ആളല്ല. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ അവൻ പാലിക്കും. സുഹൃത്തുക്കളെ, കണ്ണ് താഴ്ത്താൻ പറഞ്ഞാൽ അവൻ താഴ്ത്തും. വൃത്തികേട് കാണാറിഞ്ഞാൽ കാണൂല. ഹറാമ് കുടിക്കണ്ടാറിഞ്ഞാൽ അവൻ കുടിക്കൂല. വേണ്ടാത്തരം ചെയ്യണ്ട. എന്തൊക്കെ ഹറാമുകൾ ഖുർആൻ നിർദ്ദേശിച്ചു അതൊക്കെ ആ അതിർത്തിയിൽ അവൻ നിൽക്കും. ആ മരണരേഖക്കപ്പുറത്തേക്ക് അവൻ കിടക്കൂല. അള്ളാഹുവിന്റെ വര കണ്ടാൽ അവൻ ബേക്ക് നടക്കും. ഇതെനിക്ക് കിടക്കാൻ പറ്റില്ല. കോടികൾ അപ്പുറത്ത് ഇങ്ങനെ കൈനീട്ടി നിന്നാലും ഈ വര എനിക്ക് കിടക്കാൻ പറ്റില്ല. കഷ്ടപ്പാടുകൾ എത്ര തന്നെ നമ്മളെ പ്രയാസപ്പെടുത്തിയാലും പലിശ എനിക്ക് തൊടാൻ പറ്റില്ല. ഇത് അന്യന്റെ മുതൽ എനിക്ക് വാങ്ങാൻ പറ്റില്ല. ഇത് ചതിയാണ്. മൻ ഗശ്ശ ലൈസ മിന്ന. വഞ്ചന ചെയ്താൽ അവൻ മുസ്ലിമേ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തിന്മകളുടെ ഇടത്ത് നിന്ന് തിരിച്ചു വരാൻ അവന് സാധിക്കണം. എന്നിട്ട് എന്താ ആയത്തിന്റെ അവസാനം പറഞ്ഞത്? നിങ്ങൾ വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഖുർആൻ വ്യാഖ്യാനത്തിൽ എന്താ പറയണെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഇവിടെ പറയാത്തത് കൊണ്ട് സ്വർഗവും കിട്ടും, ദുനിയാവിൽ നല്ല കുരുത്തവും കിട്ടും. സുഹൃത്തുക്കളെ, ഒന്നാണ് പരീക്ഷിക്കാൻ നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ തെറ്റിനൊക്കെ പശ്ചാത്തപിച്ച് ഇനി ആ തെറ്റ് ആവർത്തിക്കാതെ ജീവിച്ച് അള്ളാഹുവിനെ നന്നായി സ്തുതി പറഞ്ഞ് ദിക്റുകളും ദുആകളും ചൊല്ലി നിസ്കാരങ്ങളിലൊക്കെ ഒരു ചിട്ട വെച്ച് കുറച്ച് സുന്നത്തൊക്കെ മറ്റൊക്കെ നിസ്കരിക്കണമാര് നമ്മളും നിസ്കരിച്ച് നന്മയും തിന്മയിലൊക്കെ ഒന്ന് ഇടപെട്ട് ഒരു പുതിയ മനുഷ്യനാവുമ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ അറിയാത്തൊരു കുരുത്തവും വീട്ടിൽ വരും. നമ്മുടെ ഭാര്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്വഭാവ പെരുമാറ്റം നമ്മൾ കാണും. നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ നമുക്ക് കൺകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലാഹു കാണിച്ചു തരും. നമ്മുടെ സമ്പത്തിൽ അനുഗ്രഹത്തിന്റെ വർധനവുകൾ അല്ലാഹു കാണിച്ചു തരും. അതോടൊപ്പം മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ രംഗങ്ങൾ അല്ലാഹു കാണിച്ചു തരും. ഖബറിന്റെ ഏകാന്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ മാരകമായ വേദനകളിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കും. നാളെ പരലോകത്ത് വിചാരണകൾ എളുപ്പത്തിൽ നടന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ജനക്കൂട്ടങ്ങളിൽ സന്തോഷത്തോടെ മരക്കുകളുടെ കൂടെ ആനയിച്ച് വലിയ പരിവാരങ്ങളോട് ആനയിക്കപ്പെട്ട് ആ സ്വർഗത്തിൽ അനന്തമായി ജീവിക്കാൻ പറ്റും. ഈ വലിയ സൗഭാഗ്യങ്ങളെ നിസ്സാരമായ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് നഷ്ടപ്പെടുത്തായിരിക്കും സുഹൃത്തുക്കളെ. ആ തീരുമാനം റമദാൻ കൊണ്ട് പാകപ്പെട്ട മനസ്സിന്റെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച എനിക്കും നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി മരണത്തിന് മുമ്പ് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല സുഹൃത്തുക്കളെ. ആ തീരുമാനങ്ങൾ ഇന്ന് തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ടാകട്ടെ ജുമാ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകളെ പുറത്തു തരികയും ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും ജീവിതത്തിലൂടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം 1984 ഹദീസായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. ആരെങ്കിലും റമളാന്റെ നോമ്പ് നോൽക്കുകയും അതിനെ തുടർന്ന് 6 നോമ്പുകൾ ശവ്വാലിൽ നോൽക്കുകയും ചെയ്താൽ അവൻ ഒരു കൊല്ലം മുഴുവൻ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസ്. ഒരു സ്വഹീഹായ ഹദീസ് എന്ന നിലയ്ക്ക് ഈ നോമ്പുണ്ടോ ഇല്ലയോ
എന്ന ചർച്ച ഒരിക്കലും പ്രസക്തമല്ലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നോമ്പാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു നോമ്പിന് 10 പ്രതിഫലം. അപ്പോ 30 നോമ്പിന് 300 ദിവസത്തെ 300 നോമ്പ് നോട്ടത്തിന്റെ പ്രതിഫലം. അപ്പൊ 6 ദിവസം നോറ്റാലോ 60 നോമ്പിന്റെ പ്രതിഫലം. അപ്പൊ 360 കാനക്ക സിയാമിദ്ദഹർ, ഒരു കൊല്ലം മുഴുവൻ നോട്ടത് പോലെ. എത്രയാണ് പ്രതിഫലം? നമ്മളിപ്പോ ഒരു മാസത്തെ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ 6 ദിവസം നോറ്റാൽ ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം. സ്വർഗം കിട്ടാൻ, സ്വർഗം തരാൻ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും ഓഫറുകളും അള്ളാഹു നമുക്ക് തരികയാണ് സുഹൃത്തുക്കളെ. അതൊന്നും നിസ്സാരമായി തള്ളരുത്. ഈ നോമ്പ് ശീലിച്ച ഒരാൾക്ക് ഇപ്പോൾ ഒരു 6 ദിവസം നോമ്പ് കൊടുക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസമല്ല. പക്ഷെ 6 നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ചില സംശയങ്ങൾ മനസ്സിൽ വരും. ഇപ്പൊ സ്ത്രീകൾ പ്രത്യേകിച്ച് അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ റമളാൻ, രോഗികൾക്കും യാത്രക്കാർക്കൊക്കെ. അപ്പോൾ സ്വാഭാവികമായും റമളാനിലെ നോമ്പ് പൂർത്തിയാക്കാതെ ഇത് നോൽക്കണോ അതോ റമളാനിന് ശേഷം ആ നോമ്പാണോ നോൽക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ 2 കാഴ്ചപ്പാടുകൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, മൻ സാമ റമളാന, റമളാനിലെ നോമ്പ് നോറ്റു എന്ന് പറയണമെങ്കിൽ 30 നോമ്പ് നോൽക്കണം. അതുകൊണ്ട് 30 നോമ്പ് പൂർത്തിയാക്കിയാലേ 6 നോമ്പ് എന്റെ പ്രതിഫലം ലഭിക്കൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഹനഫി ഇമാമിനെയൊക്കെ പോലെയുള്ള പണ്ഡിതന്മാരും ആധുനികരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, റമളാനിലെ നോമ്പ് നോൽക്കാത്തവർക്ക് അതിന് മതപരമായിട്ടുള്ള ഒരു ഉദറുണ്ട്. അവർക്ക് മതപരമായ ഒരു കാരണമുണ്ട് നോൽക്കാതിരിക്കാൻ. അതുകൊണ്ട് സ്വാഭാവികമായും റമളാൻ കഴിഞ്ഞാലുള്ള മാസത്തെ നോമ്പ് നോൽക്കുന്നതിന് അവർക്ക് വിരോധമില്ല. അവരത് നോറ്റാൽ അവർക്കത് പ്രതിഫലം കിട്ടും. കാരണം നോൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ നോൽക്കാത്തവരായത് അവർക്ക് ശർഈയായ മതപരമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞ ആളുകളും അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ലാക്കിൻ എന്നാൽ മൻ സാമ സബ്ത് സുമ സാമ, ആദ്യം ഒരാള് പിന്നെ ഈ 6 നോമ്പ് മൻ സാമ സിത്ത് സുമ സാമൽ കലാ, ആദ്യം 6 നോമ്പ് നോൽക്കുകയും പിന്നെ നോറ്റുവീട്ടുകയും ചെയ്യുക എന്നുള്ളതിന് വിരോധമില്ല. എന്നാൽ മറിച്ചവൻ പറന്ന് നോമ്പ് നോറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നോൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യഹ്സുൽ ഫളീല, അതാണ് അവൻ ഏറ്റവും ഉത്തമം. എന്താ പിന്നെ സംശയിക്കേണ്ട, അത് പൂർണ്ണമായും ലഭിക്കുന്ന ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ കുറഞ്ഞ നോമ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ അത് നോൽക്കുകയും അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് നോൽക്കുകയും ചെയ്യാം. ഇനി ഒരു നിലക്കും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് 6 നോമ്പ് മാത്രം നോൽക്കുന്നതിന് വിരോധവുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു സംശയം എന്താ വെച്ചാൽ, സ്വാഭാവികമായി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ 6 ദിവസം നോൽക്കണോ അതോ ഷവ്വാലിൽ നിന്ന് 6 ദിവസം നോറ്റാൽ മതിയോന്ന്? ഇതിനും 2 വീക്ഷണമുണ്ട്. ഒന്ന്, അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും പെരുന്നാൾ കഴിഞ്ഞ് 6 നോമ്പുകൾ തുടർച്ച നോൽക്കുകയാണെങ്കിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മക്ക് മത്സരിക്കുക എന്നുള്ളവർക്ക് അതിനൊരു പ്രത്യേകമായ ഒരു ഗ്രേഡ് അതിലുണ്ട്. എന്നാൽ സിത്തം മിൻ ഷവ്വാൽ, ഷവ്വാൽ എന്ന് 6 എണ്ണം എന്ന് പറഞ്ഞതുകൊണ്ട് ഷവ്വാലിന്റെ മാസത്തിൽ 6 എണ്ണം എപ്പോഴെങ്കിലുമായിട്ട് ആ മാസം അവസാനിക്കുന്നതിന് മുമ്പ് 6 എണ്ണം നോറ്റാലും അയാൾക്ക് ആ പ്രതിഫലം കിട്ടും. പക്ഷേ ഉത്തമമെന്ന് ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു നന്മയിൽ മത്സരിക്കുക എന്നുള്ള നിലക്ക് ഒരാൾ തുടർച്ച നോറ്റാൽ നല്ലത് അതാണ്. അത് മറ്റതിനേക്കാളും ഉത്തമമാണ്. അതുകൊണ്ട് കൂടുതൽ ഉത്തമമായതും കൂടുതൽ സ്വീകാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അത് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിക്കണം. സഹോദരങ്ങളെ, നമ്മൾ വളരെ പ്രധാനമായി ഈ നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഈദ്ഗാഹ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. മഴക്കാലമായതുകൊണ്ട് പള്ളിയിൽ വെച്ചായിരിക്കും ഉണ്ടായിരിക്കുക. സമയം പലപ്പോഴും 7:20 നമ്മൾ സാധാരണ പഠിക്കുന്ന സമയം. എല്ലാവർക്കും അത് കഴിഞ്ഞാൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് സ്ത്രീകൾക്ക് നമ്മൾ പുറത്തും വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെല്ലാ കുടുംബങ്ങളെയും കുട്ടികളെയും ഒരുപക്ഷെ ദീനിയായൊരു ഉത്ബോധനം കേൾക്കാത്ത ആളുകൾക്ക് അത് കേൾക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് ഈദ്ഗാഹിൽ ഉപയോഗപ്പെടുത്തണമെന്ന് വിശ്വാസത്തിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ആർത്തവകാരികളായ സ്ത്രീകളെയും കന്യകകളെയും ഒക്കെ കൂട്ടിയായിരിക്കണം നിങ്ങൾ ഈദ്ഗാഹിലേക്ക് വരേണ്ടത് എന്ന് വിശ്വാസം നിർദ്ദേശിച്ചു. എന്നിട്ട് അവർ ഉത്ബോധനങ്ങൾ കേൾക്കട്ടെ, അതിന് ഖൈർ നന്മയിൽ പങ്കുചേരട്ടെ, അതേപോലെ തന്നെ മുസല്ലയിൽ നിസ്കരിക്കുമ്പോൾ അവർ മാറി നിന്നാൽ മതി. അത് നമ്മൾ പ്രായോഗികമാക്കണം നമ്മുടെ കുടുംബങ്ങളിൽ. ഒരുക്കം വന്നാൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കും, കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ജുമാക്ക് വന്നവരാണ് നമ്മൾ പല ആളുകളും, പിന്നെ നമ്മൾ ജുമാക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊന്ന് കേൾക്കാനും ഉള്ളൊരു അവസരം അവൾക്കുണ്ടാക്കി കൊടുക്കാനുള്ള നല്ല സമയമാണ്. നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം നമ്മൾ വളരെ നിർബന്ധപൂർവ്വം കൊടുക്കണം. 2 ദിവസം മുമ്പൊക്കെ നമുക്ക് കൊടുക്കാം. അതിലേറെ മുമ്പ് കൊടുക്കുന്നത് അത്ര ഉത്തമമല്ല. അത് ഏതായിരുന്നാലും ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ പൂർണ്ണമായും സ്വീകരിക്കുകയും ദീനിന് വിരുദ്ധമായ വിദ്അത്തുകളായ അനാചാരമായ ദീനിലില്ലാത്ത എന്തൊരു കാര്യവും
വളരെ ശക്തമായും ബോധപൂർവ്വം വിട്ടുനിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങൾ, ഈ റമദാനിൽ നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മാതാപിതാക്കളും ഒന്നും നോമ്പ് തോൽക്കാൻ നമ്മുടെ കൂടെയില്ല. അവരെല്ലാവരും ഖബറിലാണ്. അള്ളാഹുവിടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുയുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണമേ നാഥ. ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് നീ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇനി ഉൾപ്പെടുത്തണമേ നാഥ. റയ്യാനിന്റെ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഈ വിലപ്പെട്ട നാളുകളിൽ എല്ലാ തെറ്റുകളിൽ നിന്നും മോചിതമാകുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ വ്യവഹാരങ്ങളിലുമെല്ലാം ഞങ്ങൾക്ക് നീ ബർക്കത്തുകൾ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ കൂടുതൽ ഇൽമ് ദീന് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും അതിന്റെ മഹത്വത്തോടുകൂടെ അത് ആചരിക്കുവാനുമുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ നാഥ. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. സുഖസമ്പൂർണ്ണമായിട്ടുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب